Okay, so today we are starting with week 28 live session. We've completed almost 196 activities and today's our topic is navigating advanced communication and cultural fluency, deepening your English journey. നമ്മൾ basic skills കഴിഞ്ഞു, advanced skills കഴിഞ്ഞു, ഈ പഠിച്ചതൊക്കെ നമ്മൾ ഡീപ്പായിട്ട് ഒന്നും കൂടെ അതൊക്കെ നമ്മളുടെ ഉള്ളിൽ തന്നെ നിൽക്കണ്ടേ. സോ ഒരു പ്രാക്ടീസിങ് സെഷൻ ആണ്. ആക്ടിവിറ്റി ചെയ്തവർക്ക് മാത്രമായിരിക്കും ഈ സെഷൻ അധികം എൻഗേജിങ് ആവുക. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ ഡൺ യുവർ ആക്ടിവിറ്റീസ്. സോ ടുഡേ ഫസ്റ്റ് ക്ലാസ് വരുന്നവരോട് നമ്മൾ ഓൾമോസ്റ്റ് 196 ഡേയ്സ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന ഈ ഒരു ഇംഗ്ലീഷ് ലേണിംഗ് ജേർണിയുടെ. നമ്മൾക്ക് വീക്ക്ലി വൺസ് ആണ് ലൈവ് സെഷൻ ഉണ്ടാവുക. അത് അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വീക്ക് 28 ലൈവ് സെഷൻ ആണ്. ഓക്കെ, സോ ബാക്കി 27 സെഷൻസും യൂട്യൂബിൽ അവൈലബിൾ ആണ്. പറ്റുന്നത് പോലെ നിങ്ങൾ കാണുക. ഓ ഓക്കെ, സ്വപ്ന ഹാസ് പുട്ട് അപ്പ് ഡേ 191 activity here, reflecting my learning experience and communication skills. Last Tuesday, one of my pet cats fell ill and I took him to the veterinary hospital. Vet prescribed എല്ലാരും ഒന്ന് ഞാൻ വായിക്കുന്നതിന് കൂടെ തന്നെ ഒന്ന് ഈ ഒരു ഇത് നോക്കൂ കേട്ടോ. സോ എനിക്ക് ചിലപ്പോൾ നോട്ടീസ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. Vet prescribed a blood checkup. While I was waiting for the results, I met a lady from Goa who was not a Malayali. She came with her pet dog, Chihuahua, for a checkup. Okay, the name is a bit variety. We had a nice chat for almost half an hour. I was able to communicate with her in English with comfort and confidence. Thank you so much to the EEP classes and its practice schedules and to the efforts of community. Thank you so much. And coming to the part of setting goals in the movie English to English, Sridevi, who is not fluent in English, is giving a speech at a wedding ceremony taking place in US. She presented it so beautifully that each one present there goes spellbound by its impact. I'd love to make a speech one day to a group of English-speaking crowd. Wow, very well written. You deserve a big clap. വളരെ concise ആണ്, precise ആണ്, crisp ആണ്. All the sentence structure is very good. And ഈ ഒരു ഒറ്റ വായനയിൽ I couldn't even notice even a single mistake. Very well written. ഓക്കെ, ആ ഒരു നെറേഷൻ ലാസ്റ്റ് ട്യൂസ്ഡേ ആ ഒരു സ്ട്രക്ചർ കണ്ടോ, കഴിഞ്ഞ ട്യൂസ്ഡേയിൽ നിന്ന് തുടങ്ങി എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു, പിന്നീട് എന്താണ് ഒരു ഫിലിമിലെ ഒരു സീൻ പറയുന്നു. ഓക്കെ, വെരി വെൽ റിട്ടൺ. ഓക്കെ, ഇറ്റ് ഹാസ് എ ഗുഡ് സ്ട്രക്ചർ ടു. സെന്റൻസ് സ്ട്രക്ചർ എന്നതിനേക്കാൾ ഓവറോൾ ഇറ്റ് ഹാസ് എ വെരി ഗുഡ് സ്ട്രക്ചർ. വെരി ഗുഡ് സ്വപ്ന, വെരി ഹാപ്പി ടു സീ ദിസ്. You are thinking a lot is proven here. Your grammar is really improved on improving എന്നതിനേക്കാൾ I feel it's already improved. ഈ ഒരു എന്താണ് ഈ ഒരു piece of writing I cannot find any grammar mistakes. Okay, it's very good. Also writing വേറെ spelling mistakes ഇല്ല, sentence structures mistakes ഇല്ല. Very good. All credits to EEP. EEP is just a motivating or supporting factor here. ഇവിടെ അധിക വർക്കും നിങ്ങളെ കൊണ്ട് തന്നെയാണ് ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു വീക്ക്ലി സെഷൻ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരിക എന്നതിനേക്കാൾ നിങ്ങളെ ഈ ഒരു ഇംഗ്ലീഷ് ലേണിംഗ് ട്രാക്കിൽ തന്നെ കീപ്പ് ചെയ്യുക, ടു കീപ് യു ഇൻ ദ റൂം. അതാണ് ഈ ഒരു ഇഇപിയുടെ വീക്ക്ലി വൺ സെഷന്റെ ഉദ്ദേശം. ഓക്കെ, സോ ഓൾ ക്രെഡിറ്റ്സ് ലൈക്ക് എവറിത്തിങ് ഹാസ് ദ ക്രെഡിറ്റ്സ്. ഐ മീൻ എല്ലാത്തിനും അതിൻ്റെതായ ഒരു റോൾ ഉണ്ട് ഇവിടെ. ഇഇപി ക്ലാസ്സസ്, യുവർ മെന്റേഴ്സ്, me being your EEP faculty, and അതൊക്കെ ഒരു 25% ഇവിടെ ഉള്ളൂ. The 75% is the effort you take, the time you invest to study the language. Okay. So ma'am, where will I get the previous classes? All the classes are uploaded in YouTube channel. നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്താൽ കിട്ടും. If not കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ just connect with your mentors. Okay, mentors നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് അയച്ചു തരും. Okay, ഇന്ന് കുറെ ന്യൂ കമേഴ്സ് ഉണ്ട് അല്ലെ. നമ്മളിത് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് ലേൺ വൈസിലും പ്രെപ്പ് വൈസിലും പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു കോംപ്ലിമെന്ററി, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് വായിക്കുന്നതിന്റെ ഒക്കെ കൂടെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന നിലക്ക് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം. സോ ഇതിന്റെ എന്താണ്, വി സ്റ്റാർട്ടഡ് വിത്ത് ബേസിക്സ്. നമ്മൾ ഏറ്റവും ബേസിക് ഈസ്, വാസ്, ആൻഡ്, എ, അഡ്ജക്റ്റീവ്സ് എന്താണ്, നൗൺസ് എന്താണ്, സെന്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ എന്നിങ്ങനെയുള്ള വളരെ ബേസിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇന്നിപ്പോ അഡ്വാൻസ്ഡ് യൂസേജും കഴിഞ്ഞ് ഇന്നിപ്പോ ഒരു പ്രാക്ടീസ് ലെവലിലാണ് നമ്മൾക്ക് നിൽക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഈ ലേറ്റ് ആയി ജോയിൻ ചെയ്തത് കൊണ്ട്
മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ നിങ്ങളൊന്ന് കവർ അപ്പ് ചെയ്യാൻ നോക്കുക. ഓക്കെ, 27 ക്ലാസ്സസ് ഉണ്ട്. അത് യൂട്യൂബിൽ അപ്ലോഡഡ് ആണ്. 27 ക്ലാസ് നിങ്ങൾ കാണണം എന്ന് ഞാൻ പറയില്ല. Yes, all the classes are available at you in YouTube. Okay, in YouTube. All the classes are uploaded. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അല്ലെങ്കിൽ ലേൺ വൈസിന്റെ ചാനൽ എടുത്താൽ തന്നെ യു വിൽ ഗെറ്റ് ഇറ്റ്. ഇഫ് നോട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് കണക്ട് വിത്ത് യുവർ mentors. They'll help you. Okay, so today's agenda is non-verbal communication in English context, analyzing complex English texts, the art of translation in language learning, workplace English, role play recap, exploring idioms from the English speaking world, public speaking practice review, reflective goal setting for language mastery. Okay, and in the പുതുതായി join ചെയ്തവരോട് നിങ്ങൾക്ക് ഡെയിലി ആക്ടിവിറ്റി ഉണ്ടാവും. Your mentors will be forwarding it to you daily. ആ ഒരു ആക്ടിവിറ്റീസ് നിങ്ങൾ ഡെയിലി ചെയ്തിട്ട് വേണം ഈ ഒരു വീക്ക്ലി ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ബിക്കോസ് നമ്മൾ ഈ വീക്ക്ലി സെഷൻസിൽ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു റിഫ്ലക്ഷൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലീസ് ടേക്ക് കെയർ. ഓക്കെ, ന്യൂ മെമ്പേഴ്സ്. ഓക്കെ, വിൽ ബിഗിൻ വിത്ത് വേർഡ് ഓഫ് ദ ഡേ. ഷാംബിൾസ്. ഷാംബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? refers to a place or state in which there is a great confusion, disorder or destruction. ഓക്കെ, സോ ഷാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ വളരെ വൃത്തികേടായി കിടക്കുന്ന ഒരു സ്ഥലത്തിന് നമുക്ക് ഷാമ്പിൾ എന്ന് പറയാം. അല്ലെങ്കിൽ വളരെയധികം തിക്കും തിരക്കുള്ള ഐ വെന്റ് ടു ദ ഫെസ്റ്റിവൽ ബട്ട് കുഡന്റ് ഗെറ്റ് ഇൻ ബിക്കോസ് ഓഫ് ദ ഷാമ്പിൾസ്. അതായത് വളരെ തിക്കും തിരക്കും ഒരു ഓർഗനൈസേഷനും ഇല്ലാത്തത് കൊണ്ട് കയറാൻ പറ്റില്ല. സോ തിക്ക് തിരക്ക് അല്ലെങ്കിൽ ആകെ വൃത്തികേടായി കിടക്കുന്നു എന്നുള്ള ഒരു മീനിങ് ആണ് ഷാമ്പിൾസ്. ഓക്കെ, കമ്മിങ് ടു എക്സാമ്പിൾസ്. ദ ഹൗസ് പാർട്ടി ദേ ഹാഡ് ഓവർ ദ വീക്കെൻഡ് left the entire living room in shambles. ഹൗസ് പാർട്ടി കഴിഞ്ഞപ്പോ മൊത്തം വീടിന്റെ ലിവിംഗ് റൂം ആകെ വൃത്തികേടായി. ഓക്കെ, വൃത്തികേടാവുന്നതിന് പറയുന്നതാണ് യെസ്, മെസ്സിന്റെ ഒരു സിനോണിം ആയിട്ട് നമുക്ക് ഷാമ്പിൾസ് പറയാം. ഓക്കെ, സോ can you give me some sentences with the word shambles? Using the word shambles, can you please give new sentence? After the football match, the stadium was in shambles. Very good, very good. So now, what about others? My lifestyle nowadays is in shambles. Okay, very good, Yazi. Being your first class, your attention, I'm very happy and it's a good sentence. My lifestyle nowadays is in shambles എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ടീനും ഇല്ലാതെ വളരെ ഡിസ്ട്രക്റ്റഡ് ആയി കിടക്കാണ്. വെരി ഗുഡ്. Okay, thank you. Next, we are coming to idiom of the day. Idiom of the day is put or get your own house in order. നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയില്ലേ, നീ ആദ്യം നിന്റെ കാര്യം നോക്ക് എന്ന് പറയാറില്ലേ, എന്നിട്ട് എന്നെ ഉപദേശിക്കാമോ എന്നൊക്കെ പറയില്ലേ, സെയിം തിങ്. ഓക്കെ, that is put your house in order എന്നും പറയും, get your own house in order എന്നും പറയും. ഓക്കെ, for example, before you correct me, get your own house in order. അതായത് നീ എന്നെ കറക്റ്റ് ചെയ്യാൻ വരുന്നതിനേക്കാൾ മുമ്പ് ഈ നിന്റെ കാര്യം, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇത് മലയാളത്തിൽ മാത്രമല്ല, ഈവൻ ഇംഗ്ലീഷ് ലാംഗ്വേജിലും ഈ ഒരു യൂസേജ് ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് വെരി റെലവെന്റ് ടു us. ഓക്കെ, സോ ഇത് ഓർത്ത് വെച്ചോ. put your own house in order എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, get your own house in order എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. After the temple festival, the temple was in shambles. Yes, after the festival, the yard of temple is in shambles. Okay, is in shambles. Okay, very good. Okay, so idiom of the day, word of the day, നിങ്ങളുടെ vocabulary bookil note ചെയ്തു വെച്ചോളൂ ട്ടോ. It will be helpful. Okay, we'll be begin with ഇന്ന് നമ്മൾ നോക്കി തുടങ്ങുന്നത് day 186 activity തൊട്ടാണ്. Day 186 activity was exploring non-verbal communication in English context. So ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ലാംഗ്വേജിലും ഇപ്പൊ നമ്മള് മലയാളികളുടെ മാനറിസം പോലെയല്ല മറ്റുള്ളവരുടെ മാനറിസം. നമ്മൾ മലയാളികൾ തലകുലുക്കുന്ന അത്ര വേറെ നാട്ടുകാർ അത്ര തലകുലുക്കില്ല. ഇന്ത്യൻസിന് മൊത്തമായിട്ട് ഈ തലകുലുക്കലുണ്ട്. ഇപ്പൊ നമ്മൾ വർത്താനം പറയുമ്പോഴൊക്കെ തലയാട്ടില്ലേ, പിന്നെ യെസ് നോ പറയാനൊക്കെ ഇല്ല, ഉണ്ട് എന്നൊക്കെ കാണിക്കില്ലേ. ബട്ട് എന്റെ ഒരു ഒബ്സർവേഷൻ ആണ് കേട്ടോ, മലയാളികളിലാണ് അത് അധികം എന്നുള്ളത് എന്റെ ഒരു ഒബ്സർവേഷൻ ആണ്. അതുപോലെ ഞാൻ ഈ അടുത്ത് വെറുതെ ഫ്രണ്ട്സ് ആയിട്ടൊന്ന് കോൽക്കത്ത പോയിരുന്നു. അവിടെ ചെല്ലുമ്പോ അധികം ആൾക്കാർ നമ്മൾ വഴി ചോദിച്ചാൽ കൈ ചൂണ്ടിയാണ് കാണിക്കുക. നമ്മുടെ നാട്ടിൽ അങ്ങനെ കാണാറില്ലല്ലോ, വഴി പറഞ്ഞു തരുകയല്ലേ ചെയ്യുക. പക്ഷെ ഇവിടെ ആൾക്കാർ എന്താണ്, നമ്മളിപ്പോ ഒരു സ്ഥലം ചോദിച്ചിട്ട്, ഫോർ എക്സാമ്പിൾ കോൽക്കത്ത ഉള്ള ഒരു സ്ഥലമാണ് എസ്പ്ലനേഡ് എങ്ങനെ പോകും. അപ്പൊ എല്ലാവരും തലയും അതേ ഡയറക്ഷനിൽ തന്നെ അവരുടെ കൈയും തലയും ചൂണ്ടി കാണിക്കും. അത് നമ്മൾക്ക് ലാംഗ്വേജിൽ ഇഷ്യൂ ഉണ്ടായിട്ടായിരുന്നില്ല, ബട്ട് അവരുടെ ഒരു മാനറിസം അങ്ങനെയായിരുന്നു. സോ ഫ്രം റീജിയൻ ടു റീജിയൻ ബോഡി ലാംഗ്വേജിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളുടെ കേരളത്തില് മുതിർന്നവരെ കാണുമ്പോൾ മുണ്ടഴിച്ചിടുക, ബഹുമാനത്തിന്റെ പേരിൽ മുണ്ടഴിച്ചിടുക എന്നുള്ള ഒരു സംഗതി ഇല്ലേ, അതെന്താ,
ഒരു നോൺ വേർബൽ എക്സ്പ്രഷൻ അല്ലേ? ബഹുമാനം കാണിക്കുന്നതിന് ഐ റെസ്പെക്ട് യു എന്ന് നമ്മൾ വാഗൊണ്ട് പറയുന്നതിനേക്കാൾ ദാറ്റ് ഇസ് എ നോൺ വേർബൽ എക്സ്പ്രഷൻ. സെയിം വേ when elders come in, we stand up to show our respect, isn't it? When teachers come in, we stand up to show the respect. That is not there in every culture. മുതിർന്നവർ വരുമ്പോ എഴുന്നേൽക്കുക എന്നുള്ളത് എല്ലാ കൾച്ചറിലും ഉള്ളതല്ല. ഓക്കെ, സോ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇടയിലിടയിൽ ആക്ടിവിറ്റീസ് അയച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഫ്ലോയിൽ അതൊരു ബുദ്ധിമുട്ടാവും. സോ ഞാൻ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് എങ്കിൽ സെൻഡ് ടു മീ ത്രൂ യുവർ മെന്റേഴ്സ്. ഐ വിൽ ബി സെൻഡിങ് ഫീഡ്ബാക്ക്. നിങ്ങളുടെ മെന്റേഴ്സ് വഴി തന്നെ ഞാൻ ഫീഡ്ബാക്ക് അറിയിക്കാം. അല്ലെങ്കിൽ ഞാൻ ചോദിച്ചതിന് ശേഷം മാത്രം ആക്ടിവിറ്റീസ് ഇടാം കേട്ടോ. കാരണം ഐ എം ഹാപ്പി. ഐ മീൻ Amina is the person who does every activity and she always deserves an appreciation for that. നമ്മുടെ ക്ലാസ്സിൽ എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്ന വളരെ കുറച്ചു പേരേ ഉള്ളൂ. സ്വപ്ന ജെയ്സൺ ഉണ്ട്, ഒരു സ്വപ്നയും കൂടി ഉണ്ട്, സ്വപ്ന സജിൽ എന്നാണെന്ന് തോന്നുന്നു. am I right? ആ സ്വപ്ന ഉണ്ടോ ഇന്നിവിടെ? സ്വാദിഷ് ഉണ്ട്, അമീന ഉണ്ട്, അങ്ങനെ കുറച്ച് പേരുകളുണ്ട്. സോ ഐ എം വെരി ഹാപ്പി ഫോർ യു. ഓക്കെ, സോ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ എന്നല്ല, പൊതുവെ ഓരോ കൾച്ചറിൽ എന്താണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആയി കണക്കാക്കുന്ന 8 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദ 8 തിങ്സ് വി കൺസിഡർ ആസ്? ഇത് സ്കോളേഴ്സ് റിസർച്ചിന് ശേഷം അവരുടെ പബ്ലിഷിംഗിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഫൈൻഡിങ് ആണ് കേട്ടോ. ഇത് ഞാനായിട്ട് എഴുതിയിരിക്കുന്നതല്ല. ദിസ് ഇസ് ഓൺ ദ ബേസിസ് ഓഫ് റിസർച്ചസ്. ഫസ്റ്റ് വൺ ഇസ് ഫേഷ്യൽ എക്സ്പ്രഷൻ. ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മുഖത്ത് വരുന്ന ഭാവങ്ങൾ അല്ലെ, ഇൻക്ലൂഡിങ് ദ ഐ. നമ്മൾ കണ്ണ്, ഇപ്പൊ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറയുമ്പോ നമ്മളിങ്ങനെ ഞെട്ടിക്കാണ്, അതൊരു ഫേഷ്യൽ എക്സ്പ്രഷൻ ആണ്. ബ്രോ, നമ്മള് ബ്രോ ഇസ് ദിസ് ഐബ്രോ. നമ്മുടെ പിരികം, നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോ പിരികം വെച്ച് വലിയ കാര്യം പിരികം വെച്ച് ചെയ്യാറില്ലേ? മൗത്ത് മൂവ്മെന്റ്സ്. മൗത്ത് മൂവ്മെന്റ്സിൽ എന്താണ്? ചിരി വരും, ചില നമ്മൾ പുച്ഛിക്കുമ്പോ ഇങ്ങനെ ആക്കി കളയും, ചിരിക്കുന്നത്, നമ്മൾ ഫ്രൗണിങ് ഫേസ്, ഇങ്ങനെ വിഷമം കാണിക്കുന്നത്. സോ ഓൾ ദിസ് കംസ് അണ്ടർ ഫേഷ്യൽ എക്സ്പ്രഷൻ. ഓക്കെ, ഫോർ എക്സാമ്പിൾ frowning, furrowing one's eyebrow, rolling one's eyes are all examples of facial expressions that convey meaning. So when we are talking, we need to take care of our facial expressions. Second one is eye contact. Eye contact is the use of gaze or looking into someone's eyes to communicate. Communication le eye contact വളരെ important ആണ്. അത് നമ്മൾ ഒരു 1 to many എന്ന രീതിയിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും 1 to 1 ഞാൻ ഒരാളുമായി ഫേസ് ടു ഫേസ് കൺവേഴ്സ് ചെയ്യാണ് എന്നുണ്ടെങ്കിലും eye contact is important. ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ we shouldn't stare. Looking at a person and staring is different. Staring എന്താണ്? ഒരാളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ അവരെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് staring. So eye contact, we have to be careful. It should be a comfortable gaze we give or a comfortable look we give. And നമ്മൾ 1 to many എന്ന രീതിയിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോൾ ഒരു സൈഡിലേക്ക് മാത്രമോ അല്ലെങ്കിൽ ഒരാളെ മാത്രമോ നോക്കാൻ പാടില്ല. മറിച്ച് എന്താണ്, നമ്മളൊരു 180 ഡിഗ്രി ഓഡിയൻസ് ഉണ്ടാവില്ലേ നമ്മുടെ ഫ്രണ്ടിൽ. സോ നമ്മുടെ എന്താണ് ഐ മൂവ്മെന്റ് ഷുഡ് കവർ ഓൾ ഓഫ് ദം. എല്ലാവരെയും നമ്മൾ അഡ്രസ് ചെയ്യുന്നുണ്ട് എന്ന് അവർക്ക് തോന്നണം. നെക്സ്റ്റ് ഇസ് കൈനസിക്സ്. Kinetic means body movement. What are the body movements that can convey some non-verbal cues? Are postures and gestures. ഞാനിപ്പോ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ കിടന്ന് ഇവിടെ അങ്ങനെ ഇരുന്ന് ക്ലാസ് എടുക്കുന്നതും ഞാൻ സ്റ്റഡി ആയിട്ട് ഇരുന്ന് ക്ലാസ് എടുക്കുന്നതും ഡിഫറെന്റ് അല്ലേ? That shows how much dedicated I am in doing my work. നിങ്ങളിപ്പോ കിടന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു ഡിഫറൻസ് തോന്നും. So kinesics is how we show interest or rejection through our body postures and gestures. Okay. Example, slouch shoulders tend to communicate tiredness. നമ്മൾ ചിലർ കാണുമ്പോൾ നമ്മൾ പറയില്ല അവര് വളരെ ക്ഷീണത്തിലാണെന്ന്. How do we understand from there? എന്താ ആ ഒരു തളർച്ചയിൽ നിന്ന് ആ ഒരു ശരീരത്തിന്റെ ഒരു സ്ലൗച്ച് ഷോൾഡേഴ്സ് ഇങ്ങനെ ഒടിഞ്ഞു നുറുങ്ങിയിരിക്കുക എന്ന് പറയും. Yeah, that's it. Next is haptics. Haptics means touch. ടച്ചിൽ എന്തൊക്കെ വരും? നമ്മൾ കാണുമ്പോൾ ആൾക്കാരെ ഫ്രണ്ട്സിനെ ഹഗ് ചെയ്യും, ഹാൻഡ് ഷേക്ക് ചെയ്യും, ആൻഡ് ചിലർ എന്തെങ്കിലും സങ്കടമൊക്കെ പറയുമ്പോൾ നമ്മൾ പോട്ടി സാരല്ല തോളത്ത് തട്ടില്ലേ. ഇതൊക്കെ ഹാപ്റ്റിക്സ്. ഓക്കെ, ഇറ്റ് കംസ് അണ്ടർ ടച്ച്. Here also we have to be careful. The other person should be comfortable. ഒരാളെ കംഫർട്ടബിൾ അല്ലാത്ത രീതിയിൽ we shouldn't touch. Next is proxemics. Proxemics എന്ന് പറഞ്ഞാൽ is the space we keep. Space എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചിലരായിട്ട് കീപ്. ഇപ്പൊ നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ ഇരിക്കുമ്പോ അടുത്തിരുന്ന് ഒട്ടൊരുമിരുന്ന് മടിയിൽ കയറിയിരുന്ന് അങ്ങനെ വർത്താനം പറയില്ലേ? പക്ഷെ എന്താണ്, ഒരു കൊലീഗ്, നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ, അത്ര ബെസ്റ്റ് ഫ്രണ്ട് ഒന്നുമല്ല, നമ്മൾ അങ്ങനെ ചെയ്യോ? ഇല്ല, നമ്മളൊരു ഡിസ്റ്റൻസ് കിട്ടും. സോ from relation to relationship, the proxemics keep changing.
Okay, so നമ്മുടെ പ്രോക്സിമിക്സ് ഷോ ആർ റിലേഷണൽ സ്റ്റാറ്റസ്. നമ്മൾ നമ്മുടെ പാർട്ട്ണറിന്റെ അടുത്ത് ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ നമ്മളുടെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇരിക്കുന്നത്. ഒരു ഫ്രണ്ടിന്റെ അടുത്ത് ഇരിക്കുന്ന പോലെ ആവില്ല നമ്മൾ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അടുത്ത് ഇരിക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ സ്റ്റാൻഡിങ് ക്ലോസ് ടു സമൺ വൈൽ ടോക്കിംഗ് ടു ദം കമ്മ്യൂണിക്കേറ്റ്സ് ഇന്റിമസി. നമ്മൾ വളരെ കമ്പനി ഉള്ളവരടുത്ത് മാത്രമല്ല വളരെ ക്ലോസ് ആയി നിന്ന് കൈയൊക്കെ പിടിച്ച് സംസാരിക്കുള്ളൂ. ദാറ്റ് ഈസ് പ്രോക്സിമിക്സ്. സോ ഇതൊക്കെ എന്താണ്? അൺസ്പോക്കൺ ലാംഗ്വേജ് ആണ്. ദാറ്റ് ഇസ് നോൺ വെർബൽ ക്യൂസ് ആണ്. ഇതെല്ലാം അവർ പറയാതെ തന്നെ ഇത്തരത്തിലുള്ള ആക്ഷൻസിൽ നിന്ന് നമുക്ക് കണ്ടറിയാൻ അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. നെക്സ്റ്റ് ഇസ് പാരാലിംഗ്വിസ്റ്റിക്സ്. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ആണ്. പാരാലിംഗ്വിസ്റ്റിക്സ് ഇസ് വോക്കൽ ക്വാളിറ്റീസ്, അതായത് റേറ്റ്, നമ്മൾ പറയുന്ന വേർഡ്സിന്റെ റേറ്റ്. ഇപ്പോ ABCDFG ഇസ് എ ഫാസ്റ്റ് റേറ്റ്, ABCD ഇസ് എ മോഡറേറ്റ് റേറ്റ്, ദെൻ ABC അതൊരു വളരെ സ്ലോ റേറ്റ് ആണ്. സോ നമ്മുടെ റേറ്റ് ഓഫ് സ്പീച്ച്, പിച്ച്, ദാറ്റ് ഇസ് നമ്മൾ എത്ര അലറി വർത്താനം പറയുന്നു എന്നുള്ളതാണ് പിച്ചിൽ വരിക. വോളിയം, ദാറ്റ് ഇസ് ആർ സൗണ്ട്. ടോൺ, ടെമ്പോ, മോഡുലേഷൻ, ഇതൊക്കെ പാരാലിംഗ്വിസ്റ്റിക്സിൽ വരും. നെക്സ്റ്റ് ഇസ് പ്രോപ്സ് ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ്. ഒരാളുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ, ഒരാളുടെ ഹൈജീൻ, ഒരാൾ എങ്ങനെയാണ് ഹെയർ ഗ്രൂം ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരാൾ വളരെ വെൽ അയൺഡ് ആയിട്ടുള്ള വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുന്ന ഒരാളും ഷാബി ആയിട്ട് വരുന്ന ഒരാളും gives us something about them, right? That shows എന്താണ് അവരുടെ ഒരു ഹൈജീൻ, അവരുടെ ഒരു ക്യാരക്ടർ ഒക്കെ അതിലൂടെ മനസ്സിലാവില്ലേ? സോ പ്രോപ്സ് ആൻഡ് ഫിസിക്കൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to grooming, അതായത് ഒരാൾ എങ്ങനെയാണ് റെഡി ആവുന്നത്, ക്ലോത്ത്സ്, how do they put up their hair, all that comes under that. And finally chronomics. Chronomics എന്ന വേർഡ് ടൈം, സമയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. കമ്മ്യൂണിക്കേഷനിൽ എങ്ങനെയാണ് സമയം വരുന്നത്? ഇപ്പോ നമ്മൾ ഒരാൾക്ക് മെസ്സേജ് അയച്ചിട്ട് ബ്ലൂടിക്ക് വന്ന് എത്ര നേരം കഴിഞ്ഞിട്ടാണ് അയാൾ നമുക്ക് റിപ്ലൈ തരുന്നത് എന്നുള്ളത് മാറ്റേഴ്സ്. ദാറ്റ് ഷോസ് ഹൗ ഇൻട്രസ്റ്റഡ് എ പേഴ്സൺ ഇസ് ഇൻ അസ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പ്രൊഫഷണൽ ഇതിൽ നമ്മൾ ഒരു പ്രൊഫഷണൽ ഇമെയിൽ ഐ ഡി ഹാൻഡിൽ ചെയ്യുന്ന ഒരു ജോബ് സീക്ക് ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ what we should do is we should be regular with our email. For example, ഇന്നൊരു കമ്പനി നമ്മൾക്ക് ഓഫർ ലെറ്റർ അയച്ചു, നമ്മളത് കണ്ടിട്ടില്ല, വി ആർ ആക്സെപ്റ്റിംഗ് ഇറ്റ് നെക്സ്റ്റ് വീക്ക്, പക്ഷെ അവർ ഡിലേ വന്നപ്പോൾ അപ്പോഴേക്കും മേ ബി നെക്സ്റ്റ് ആളെ എടുത്ത് കാണും. സോ ദിസ് തിങ് കോൾഡ് ക്രോണമിക്സ് ഓർ ദ ടൈം ഇൻ കമ്മ്യൂണിക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഈ 8 കാര്യങ്ങളാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ മെയിൻ ആയിട്ട് ഉള്ളത്. ഓക്കെ, the child has made the room in shambles with his toys. Made the room in shambles എന്നുള്ള യൂസേജിനേക്കാൾ ബെറ്റർ യൂസേജ് ഈ സെന്റൻസ് ഒന്ന് റീഫ്രെയിം ചെയ്ത് നോക്കിയേ. The child has scattered his toys and the room is in shambles. Okay, child has made the room in shambles എന്ന് പറയുമ്പോൾ it has some ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. Rather you can tell this, the child has scattered all his toys and the room is in shambles. Okay, so non-verbal communication, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷനും മറ്റുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും look for these 8 characteristics. Okay, we'll just recollect: facial expression, eye contact, kinesics, haptics, proxemics, paralinguistics, props or physical appearance, and chronomics. Okay, be careful of these 8 things. Next is analyzing complex English text. This is your day 187 activity. So നിങ്ങൾ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഷെയർ ചെയ്തോളൂ. Day 187 ആക്ടിവിറ്റീസ് ഷെയർ ചെയ്തോളൂ. Share your experience with analyzing a complex text. Focus on your challenges. Challenges എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി എന്താണ്, ആ ഒരു ടെക്സ്റ്റിൽ നിന്ന് നിങ്ങൾ ലേൺ ചെയ്ത വൊക്കാബുലറി എന്താണ്, ഓർ കിട്ടിയ ഇൻസൈറ്റ്സ് അല്ലെങ്കിൽ ന്യൂ ലേണിംഗ്സ് എന്തായിരുന്നു. ഇത് ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം, or else put up your activity. നേരത്തെ അമീന ഫോട്ടോ എടുത്തിട്ടതുപോലെ ഫോട്ടോ എടുത്തിടാം, ടൈപ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് വിടാം. Day 196 അമീനയുടെ ആക്ടിവിറ്റി നോക്കട്ടെ. ഒബ്സർവിംഗ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, 25th March, The Power of Non-Verbal Communication by ജോ നവാരോ. ഓക്കെ, ബാക്കിയുള്ളവർക്കും റെഫർ ചെയ്യാം കേട്ടോ ഈ ഒരു അമീന ഇട്ടിരിക്കുന്ന ടെക്സ്റ്റിലെ വീഡിയോ, ബിക്കോസ് ഇറ്റ് ഇസ് എ TEDx talk. ഒബ്സർവേഷൻ എന്താണ്, ഗെസ്റ്റേഴ്സ് നോട്ട് ചെയ്തിട്ടുണ്ട്, ഐ കോണ്ടാക്ട് നോട്ട് ചെയ്തിട്ടുണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ബോഡി ലാംഗ്വേജ് നോട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്തത്. വെരി ഗുഡ് അമീന. Day 187 ആരും ചെയ്തിട്ടില്ലേ? Didn't anyone attempt the activity of day 187? തെറ്റോ ശരിയോ എന്നുള്ളത് ഒരു പ്രശ്നമല്ല കേട്ടോ. നിങ്ങൾ തെറ്റുണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എനിക്കിവിടെ പണിയൊന്നുമില്ല.
This is the right place to make mistakes. നമ്മളല്ലാതെ വേറെ ആരും അറിയാനും പോകുന്നില്ല. ഒരു കോംപ്ലക്സ് ടെക്സ്റ്റ് നിങ്ങൾ ഇതുവരെ വായിക്കാതെ ഏതെങ്കിലും ഒരു നോവലിലെയോ സ്റ്റോറിയിലെയോ ഒരു ഭാഗം എടുത്ത് വായിക്കാനായിരുന്നു ആക്ടിവിറ്റി. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ലേണിംഗ്സ് നോട്ട് ചെയ്യുക എന്നതായിരുന്നു. So can I conclude that no one did this activity? I'm sorry I didn't. I'll take care of it. Okay, Safir. Okay, make it up next week. So എന്താണ് ആരും ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ചിരിക്കണ്ട, ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കണ്ട. അതിപ്പോ നിങ്ങൾ എല്ലാ വീക്കും എല്ലാ ആക്ടിവിറ്റിയും ചെയ്തു, അതിന്റെ ഇടയിൽ ഒരെണ്ണം മിസ്സായ കുഴപ്പമില്ല. നോ, ഐ എം നോട്ട് സച്ച് എ പേഴ്സൺ. ഞാൻ ചെറിയ പെർഫെക്ഷനിസത്തിന്റെ അസുഖമുള്ള ആളാണ്. 6 ആക്ടിവിറ്റി ചെയ്താലും ഞാൻ ചോദിക്കുക ബാക്കിയുള്ളത് എവിടെയെന്നാണ്. Okay, Barira Majid has said I'm the new one in the group. Okay. TEDx കണ്ടിരുന്നു. Okay, good Swadish. കാണുമ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്യണം, അല്ലെങ്കിൽ you'll forget it. But not ചെയ്തിട്ടില്ല. Again, Amina has done analyzing complex text. Legal unification in the പേരിലുള്ള ടെക്സ്റ്റ് ആണെന്ന് തോന്നുന്നു. The passage discusses the legal unification that is accompanied by political and economic unification of India under British rule. Okay. Which is Amina's course. Amina ഇവിടെ ചെയ്യുന്ന കോഴ്സ് ഏതാണ്? Please do mention. Coterminous, being of equal extent or scope or duration. Tribunal, a body established to BA honors. Okay. Types of contractual transaction. Very good. She also noted the vocabulary from that. Very good. എല്ലാവരും ഒന്ന് റെഫർ ചെയ്തു. ഇത്രയും മതി. നിങ്ങളൊരു 10 ലൈൻ ടെക്സ്റ്റ് വായിച്ചാലും മതി. ലീഗൽ യൂണിഫിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു കോംപ്ലക്സ് ടെക്സ്റ്റ് ആണ് വായിച്ചിട്ടുള്ളത്. From the wording and from the structure itself, it's understood it is a complex text. Very good, Amina. Yes, Barira, I saw your message. New one ആണ് എന്നുള്ളത്. Please connect with your mentor and ask for further details. Okay. EEP എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ആക്ടിവിറ്റീസ് എവിടെ, ക്ലാസ് എവിടെ എന്നുള്ളതൊക്കെ നിങ്ങളുടെ മെന്റേഴ്സ് കൃത്യമായി പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഡെയിലി ആക്ടിവിറ്റി റിസീവ് ചെയ്യും ത്രൂ യുവർ മെന്റേഴ്സ്. സോ ആ ഡെയിലി ആക്ടിവിറ്റി ഒന്ന് ചെയ്തിട്ട് വരണം കേട്ടോ. Next is the art of translation in language learning. Did everyone do the translation activity? I remember മുമ്പ് നിങ്ങളുടെ ഭാഗത്ത് ഒരു സജഷൻ ഉണ്ടായിരുന്നു, ട്രാൻസ്ലേഷൻ ആക്ടിവിറ്റി തരണം എന്ന് പറഞ്ഞിട്ട്. സോ ഇപ്പോഴാണ് അങ്ങനെ ഒരു ആക്ടിവിറ്റി വന്നത്. ആക്ടിവിറ്റീസ് ഫ്രെയിം ചെയ്യുന്നത് ഞാനല്ല. ഐ എം നോട്ട് ദ വൺ ഹു ഈസ് ഫ്രെയിമിംഗ് ദി ആക്ടിവിറ്റി. ആക്ടിവിറ്റി കിട്ടിയതിനു ശേഷം അതിന്റെ കൂടെ ഒരു വോയിസ് ഞാൻ അക്കംപനി ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. How was the translation activity? How many of you did it? Give me a thumbs up or hands up. Okay, by the time എന്തിനാണ് ഈ ട്രാൻസ്ലേഷൻ? ഇപ്പൊ ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണോ നമ്മൾ ഈ ലാംഗ്വേജ് പഠിക്കുന്നത്? അല്ലെങ്കിൽ ഇന്ന് പല ബുക്സ്, ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കാൻ പറയുമ്പോൾ പലരും പറയും ഇന്നെല്ലാം നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇംഗ്ലീഷ് ബുക്സ്, കുറെ ഫേമസ് ഇംഗ്ലീഷ് ബുക്സ് ഇന്ന് മലയാളത്തിൽ അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ആൽക്കെമിസ്റ്റ് മലയാളത്തിൽ അവൈലബിൾ ആണ്. ഒരുപാട് ബുക്സ് മലയാളത്തിലും അവൈലബിൾ ആണ്. Then why do we have to study English? ട്രാൻസ്ലേഷൻ നമ്മൾ എവിടെയാണ് ഹെൽപ്പ് ചെയ്യുക? Translation can help improve students' comprehension of the original text. അതായത് ഒരു ഒറിജിനൽ ടെക്സ്റ്റ്, ഇപ്പൊ അത് മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാനായാലും ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാനും നമുക്കിപ്പോ ചില വേർഡ്സിന് ഇംഗ്ലീഷിന് കറക്റ്റ് മലയാളത്തിലേക്ക് മീനിങ് ഉണ്ടാവില്ല, മലയാളം ടു ഇംഗ്ലീഷും കറക്റ്റ് മീനിങ് ഉണ്ടാവില്ല. അപ്പൊ എന്താണ്, നമ്മൾ വളരെ ക്രിട്ടിക്കലി തിങ്ക് ചെയ്യേണ്ടി വരും, ആലോചിക്കേണ്ടി വരും നല്ല രീതിയിൽ. അപ്പൊ എന്താണ്, ഒരുപാട് വൊക്കാബുലറീസ് നമ്മൾ പഠിക്കും ആൻഡ് വിൽ നെവർ ഫോർഗെറ്റ് ദാറ്റ്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് മറ്റേ പ്രാഞ്ചിയേറ്ററിൽ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ഇവിടെ സ്റ്റാർട്ടിംഗ് ക്ലാസ്സസിലൊക്കെ നിങ്ങൾ ഡൗട്ട് ചോദിക്കാറില്ലേ, പിണറായി എത്രാമത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് എങ്ങനെ ചോദിക്കും? പൊതുവെ ആൾക്കാർ പറയാ ഹൗ മച്ച് ചീഫ് മിനിസ്റ്റർ. അങ്ങനെ ഒരു യൂസേജ് ഇല്ല. മറിച്ച് നമ്മൾ എന്താണ് പറയാറ്, അക്കോർഡിംഗ് ടു ദ chronological order in which places Pinarayi Vijayan placed. That is how it. So എന്താണ്, you have to think critically. Yes, chronological spelling le ചെറിയ വ്യത്യാസമുണ്ട്. CHRONO, chronological അല്ല, chronological. Okay, Swadesh? Okay, so നമ്മൾ എന്താണ് അങ്ങനെ തിങ്ക് ചെയ്യും, കാരണം നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്ലേഷൻസ് കിട്ടില്ല. ഇന്നിപ്പോ നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചില സാധനങ്ങൾ ഇട്ട് നോക്കിക്കോ, ഗൂഗിൾ ട്രാൻസ്ലേറ്റിനും എല്ലാ വേർഡും അറിയില്ല. ഞാൻ കുറച്ച് സോഷ്യൽ സയൻസ് പരമായ ഹ്യൂമാനിറ്റീസ് ബേസ്ഡ് കുറച്ച് വേർഡ്സ് എന്റെ ഒരു പേപ്പറിന് വേണ്ടി സെർച്ച് ചെയ്തിരുന്നു. ഐ കുഡന്റ് ഗെറ്റ് ലൈക്ക് എന്താണ് സാമൂഹ്യ പ്രതിബദ്ധത, അങ്ങനത്തെ ഒക്കെ കുറച്ച് വാക്കുകൾ എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ, കിട്ടില്ല.
increase reading speed, and enhance critical thinking and problem solving ability. Okay. Next is it can also help with learning foreign languages. നമ്മൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ഈ ട്രാൻസ്ലേഷൻ നമ്മൾ ഇംഗ്ലീഷ് മൂവീസ് വിത്ത് മലയാളം സബ് ടൈറ്റിൽസ് ഒക്കെ കാണുന്നവർ വേഗം ഇംഗ്ലീഷ് പഠിക്കും. അതെന്തുകൊണ്ടാണ്? നമ്മൾക്ക് ആ ഒരു നമ്മുടെ ലാംഗ്വേജ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കഴിക്കുക, ഈറ്റ് ആണ്, അപ്പൊ നമുക്ക് കണക്ട് ചെയ്ത് വേഗം പഠിക്കാൻ പറ്റും. സോ ട്രാൻസ്ലേഷൻ വിൽ ഹെൽപ്പ് us ടു നമ്മുടെ മദർ ടങ്ങിൽ നിന്ന് വേറൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് us in learning a foreign language. For us, English is a foreign language. അല്ലെ, our mother tongue is Malayalam. Next is it can help students understand educational materials in their native language, which is often crucial for grasping intricate concepts. Okay. നമുക്ക് പല കാര്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മദർ ടങ്ങിൽ തന്നെ കേൾക്കണം. അല്ലെങ്കിൽ മദർ ടങ് ആണ് ഏറ്റവും നമ്മളോട് ഏറ്റവും ഇമോഷണലി ബോണ്ടഡ് ആയിട്ട് നിൽക്കുന്ന ലാംഗ്വേജ് അല്ലെ. സോ ട്രാൻസ്ലേഷൻസ് വിൽ ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് കോംപ്ലക്സ് ആയിട്ടുള്ള ഓരോ കോൺസെപ്റ്റുകൾ. നമ്മുടെ ഇന്നത്തെ അധിക ടെക്സ്റ്റ് ബുക്സും ഇംഗ്ലീഷിലാണുള്ളത്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഹാസ് ഹെൽപ് മീ എ ലോട്ട്. നമ്മൾ ഡിഗ്രി ലെവലിലൊന്നും ടീച്ചേഴ്സ് നമുക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് തരില്ലല്ലോ. സോ ടു ഗെറ്റ് ടു നോ ഹൗ തിങ്സ് ആർ, you can just copy and paste it into Google Translate. അല്ലെങ്കിൽ നമ്മൾ തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് things stay in our mind for longer time. കാരണം എന്താണ്, അർത്ഥം മനസ്സിലാക്കി പഠിക്കണം എന്ന് പറയാറില്ലേ, അത്രേ ഉള്ളൂ. സോ എന്താണ് ക്രൂഷ്യൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിക്കാൻ ട്രാൻസ്ലേഷൻ will help. Next is translation also help link words to their meanings, enabling better comprehension of written and spoken text. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിലാണ്, ഞാൻ ഇപ്പോഴും ഹിന്ദി തോടാ അത്താഹമിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്താണ്, ഓരോ പുതിയ വേർഡ് കിട്ടുമ്പോഴേക്കും ഓക്കെ ദിസ് ഇസ് ദാറ്റ്, ഇതർ ചോടോ പറയും ഇവിടെ ഇറക്കാനാണ്, ഓക്കെ പ്യാസ് സവാളയാണ്, അതിങ്ങനെ അപ്പത്തന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ലിങ്ക് ചെയ്ത് വരും. സോ ദാറ്റ് എന്താണ് ആ ഒരു ട്രാൻസ്ലേഷൻ വർക്ക്സ് നേരെ കറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കും. എന്താണ് ദേതു എന്ന് പറഞ്ഞാൽ തരാനാണ്. അയ്യോ ഇത് ഹിന്ദി ക്ലാസ് ആയി പോകും, ഹിന്ദി പോട്ടെ. തിന്നുക, ഈറ്റ്. ഓക്കെ, ഓറഞ്ച് ഈറ്റ് ഓറഞ്ച്. സോ നമുക്ക് കണക്ട് ചെയ്ത് ഗ്രാമർ കറക്റ്റ് അല്ലെങ്കിൽ പോലും വേർഡ്സ് പറഞ്ഞ് ഒപ്പിച്ച് നമുക്കൊരു ബേസിക് സെന്റൻസ് ഉണ്ടാക്കാൻ പറ്റും, ഈവൻ ഇഫ് ദ ഗ്രാമർ ഇസ് റോങ്. പക്ഷെ പല സമയത്തും ഗ്രാമർ തെറ്റാണ് എന്നുണ്ടെങ്കിലും നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട സാധനം മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാറൊക്കെ. സോ എന്താണ് നമ്മളുടെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയിട്ട് ഈ ഒരു വേർഡ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. Coming to last point, it can also help students deepen understanding of two languages and two cultures and enhance their knowledge of structure. നമ്മൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കളിക്കുമ്പോൾ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വിൽ അണ്ടർസ്റ്റാൻഡ് ഓക്കെ ഇംഗ്ലീഷ് ഇങ്ങനത്തെ ഒരു ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷിൽ ചില വാക്കുകൾക്ക് മലയാളത്തിനേക്കാൾ ഒരുപാട് സിനോണിംസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് തന്നെ ഒരുപാട് രീതിയിൽ നമുക്ക് മാറ്റി ഫ്രെയിം ചെയ്യാൻ പറ്റും ദാൻ ഇൻ മലയാളം. സോ ഇനി മലയാളത്തിലേക്ക് വരുമ്പോ എങ്ങനെയാണ്? സോ രണ്ട് കൾച്ചേഴ്സ് ഇപ്പോ നമ്മൾ പറയാറുണ്ട് ചില വേർഡ്സ് മലയാളത്തിലേക്ക് ആക്കാൻ പറ്റില്ല. ഐ മിസ് യു, ഹൗ വിൽ യു ട്രാൻസ്ലേറ്റ് ഐ മിസ് യു ടു മലയാളം? ഐ മിസ് യു എന്നുള്ളൊരു സെന്റൻസ് ഹൗ വിൽ യു ട്രാൻസ്ലേറ്റ് ഇറ്റ് ടു മലയാളം? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? യു ക്യാൻ ജസ്റ്റ് ഗിവ് എ ട്രൈ. പഠിപ്പിന്റെ ഇടയിലെ ഒരു ഫൺ ടാസ്ക്, അത്രേ ഉള്ളൂ. ഐ ലവ് യു എന്ന് പറയുന്നതും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതും ഒരു ഭയങ്കര ഡിഫറൻസ് അല്ലേ? ഐ ലവ് യു എന്നതിന് മലയാളമാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ കാണാൻ തോന്നുന്നു എന്നതിന്റെ ഇംഗ്ലീഷ് എന്താണ്? ഐ ഫീൽ ലൈക്ക് സീയിങ് യു, അല്ലെങ്കിൽ ഐ വാണ്ട് ടു സീ യു. യെസ്, മിസ്. ആ ഒരു മിസ് മാത്രം നിങ്ങൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അധ്യാപിക എന്നാണ്. ഞാൻ നിന്നെ സ്മരിക്കുന്നു എന്നുള്ളത് എന്താ? ഐ റിമെമ്പർ യു ആണ് സ്മരണ. ഐ റിമെമ്പർ യു ആണ്, മിസ് വരില്ല. നിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നു. നിന്റെ സാന്നിധ്യം, ദാറ്റ് ഇസ് പ്രസൻസ്. ഐ മിസ് യുവർ പ്രസൻസ്. അപ്പോൾ മിസ് എന്ന വേർഡിന് ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു. ഇത് കവിത നേരെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോയി കോപ്പി പേസ്റ്റ് ചെയ്തതാണോ? നമ്മൾ ഗൂഗിളിൽ ഐ മിസ് യു എന്ന് അടിക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക, ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു. അതേപോലെ വെറുതെ ഫൺ ടാസ്മറ്റി എന്താ ദൃഷ്ടിദുമ്നൻ അങ്ങനത്തെ, അല്ലെങ്കിൽ ദൃഢന്ത പുളങ്ങിത് അങ്ങനത്തെ ഒന്നും ഇംഗ്ലീഷ് വേർഡ്സും ഇല്ല എന്ന് പറയും. സോ ഐ ലോസ്റ്റ് യുവർ പ്രസൻസ് അങ്ങനെയൊന്നും പറയില്ല കേട്ടോ. നിന്റെ ഒരു കുറവ് അനുഭവപ്പെടുന്നു.
You are being missed. Shapra miss എന്നുള്ളതിന് കറക്റ്റ് ഒരു കുറവ് എന്നതിന്റെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ എന്താണ് ലെസ് എന്നായില്ല. അപ്പോഴാ മിസ് എന്നതിന് കറക്റ്റ് ആപ്റ്റ് വേർഡ്സ്. ഇത് എല്ലാ ലാംഗ്വേജിലും അങ്ങനെ തന്നെയാണ്. എല്ലാ ലാംഗ്വേജിലും നമുക്ക് എല്ലാ ലാംഗ്വേജിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള വേർഡ്സ് കിട്ടില്ല. ഓക്കെ, സോ എന്താണ് നമ്മൾ ഈ രണ്ട് ഭാഷകളിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കളിക്കുമ്പോൾ വിൽ അണ്ടർസ്റ്റാൻഡ് ഈ ഒരു ലാംഗ്വേജിന്റെ വർക്കിംഗ് എങ്ങനെയാണ്. ആൻഡ് ദാറ്റ് വിൽ ഹെൽപ്പ് us അണ്ടർസ്റ്റാൻഡ് ദ കൾച്ചർ ടു. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ്. സോ ഐ തിങ്ക് നിങ്ങൾ ചെയ്ത ട്രാൻസ്ലേഷൻ ആക്ടിവിറ്റീസ് ഒന്നും എനിക്ക് ഇവിടെ കിട്ടിയില്ലല്ലോ. Didn't you all do it? ആരും ചെയ്തിട്ടില്ല. ഓക്കെ, വാട്ട് ഹാപ്പൻ? കൂടുതൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരു പേസ് കുറഞ്ഞോ? നിങ്ങളൊക്കെ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് തോന്നിയിട്ടാണോ? Again, അമീനാസ് ഞാൻ ചോദിക്കാൻ പോയിരുന്നത് അമീനയും ചെയ്തില്ലേന്ന്. വാട്ട് ഹാപ്പൻ സ്വപ്ന? അല്ലെങ്കിൽ സ്വപ്നയുടേതും സ്വാദിഷിന്റെതും വരേണ്ടതാണല്ലോ. ഐ മീൻ ബൈ ദിസ് ഐ ഡോണ്ട് മീൻ ഇവര് മാത്രമേ ആക്ടിവിറ്റി ചെയ്യാൻ പാടുള്ളൂ എന്നതല്ല കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? എനിക്ക് ഇവരെ ചെയ്ത് ഇവരുടെ പേര് എപ്പോഴും മൈൻഡിൽ ഇട്ടിരിക്കുക. Okay, I'm searching for the paper. It is missing. Okay. If you keep a book, it will be better. Improving English through translation. Love life with all its bitterness and sweet moments. Bitter and sweet moments. Life is beautiful and meaningful because there is someone to love. Being loved by someone is divine. What right do? I have to stop its rhythm. How many flavors of peace have to be savored before embracing life's end? Wow, your text is nice, but endil ninnaanu translate cheythathu? Edingalum novel aano, poem aano? What is it, Amina? The script is very good. Okay, sorry, മലയാളം താഴെ അയച്ചു ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ജീവിതത്തെ സ്നേഹിക്കുക, അതിന്റെ എല്ലാ ചവർപ്പോടെയും മാധുര്യത്തോടും കൂടെ. ജീവിതം മനോഹരമാണ്, സ്നേഹിക്കാൻ ആരോ ഉള്ളത് കൊണ്ട് തന്നെ അർത്ഥപൂർണം. ആരാലോ സ്നേഹിക്കപ്പെടുന്നത് കൊണ്ട് ദൈവികം. അതിന്റെ താളങ്ങളെ ഇച്ഛയാൽ നിലപ്പിക്കാൻ എനിക്ക് എന്ത് അവകാശം. എത്ര രുചിഭേദങ്ങളുടെ വിരുന്നുണ്ടിട്ട് വേണം ജീവിതം അവസാനിപ്പിക്കാൻ. വാവ്, that's a very good. This really deserves a big clap because ഈ ഒരു ടെക്സ്റ്റ്, ഈ ഒരു മലയാളം ടെക്സ്റ്റ് നമുക്ക് വായിക്കുമ്പോൾ ജീവിതത്തെ, ലൈഫ്, സ്നേഹിക്കുക, ലവ്, അതിന്റെ ഇറ്റ്സ് എല്ലാം അങ്ങനെ വേർഡ് ബൈ വേർഡ് കിട്ടും. പക്ഷെ ഇത് ഇത്ര ബ്യൂട്ടിഫുള്ളി ഫ്രെയിം ചെയ്യുക എന്നുള്ളത് is a very difficult task and really deserves a big clap, Amina. Very good. I'm very satisfied with the translation. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നാലും അമീന ചെയ്തത്ര വൃത്തിയാവോ എന്നുള്ളത് ഐ എം ഡൗട്ട്ഫുൾ. ഇറ്റ്സ് വെരി ഗുഡ്. ഐ എം ബാഡ് അറ്റ് ട്രാൻസ്ലേറ്റിംഗ്. എനിക്ക് തോന്നിയേക്കണാണ് കേട്ടോ. കവിത അയച്ച ഫസ്റ്റ് പിക്ചർ അത്ര ക്ലിയർ അല്ല. കുറച്ച് സംഭവങ്ങൾ പേജിന്റെ മറിയിൽ പോയിട്ടുണ്ട്. കിങ് റിയലൈസ് ദാറ്റ് യങ്ങസ്റ്റ് സൺ വാസ് ദ ബെസ്റ്റ് one to whom he can hand over the kingdom, who always looked for the comfort of the people in his country. Oh, Kavita, big text ആണോ? Okay, ഞാൻ നോക്കാം ട്ടോ. It's a big one. Best son of the king. Okay, ഞാൻ അത് ഡൗൺലോഡ് ചെയ്തിട്ടിട്ട് ഞാൻ നോക്കിയേക്കാം ട്ടോ. Okay. സ്വാദിഷ് അസൈൻമെന്റ് ചോദിച്ചത് എന്തായിരുന്നു? എനിക്ക് മനസ്സിലായില്ല. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഹോംവർക്ക് തന്നിരുന്നോ? Did I give you any assignment? Okay, കവിത ട്രാൻസ്ലേറ്റ് ചെയ്തതും കൂടെ അയച്ചു തന്നിട്ടുണ്ട്. Okay, thank you, കവിത. Okay. Assignments ഉള്ളത് കൊണ്ടാണ് you couldn't do the activity due to your assignments. Okay, fine. It's okay. So those activities that you miss out because of your busy schedules, please try to do it when you get time. ഇപ്പൊ ഈ വീക്കിന്റെ ആക്ടിവിറ്റി കഴിഞ്ഞു അല്ലെങ്കിൽ ഈ വീക്കിന്റെ സെഷൻ കഴിഞ്ഞു doesn't mean that you need not attend it. You can still, if you are that dedicated, you can still attend it because every activity is aimed at improving your skill. Okay, coming to next, workplace English role play recap. നിങ്ങളുടെ day 189 activity ആണ്. That was, you were asked to create role play scenarios. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു റോൾ പ്ലേ വർക്ക് പ്ലേസിൽ നടക്കാൻ സാധ്യതയുള്ള കൺവേഴ്സേഷൻസ് വെച്ചിട്ട് റോൾ പ്ലേ ഉണ്ടാക്കാനായിരുന്നു ആക്ടിവിറ്റി. If anyone interested can unmute and read it out. If not, you can post your activity here. Make it fast. Now, starting from next class onwards, make your activities ready or click a picture of it and keep it. Okay, so that you can upload it fast. ഞാൻ ചോദിക്കുമ്പോൾ അത് എടുക്കാൻ നിൽക്കുമ്പോൾ വീണ്ടും ടൈം ലാഗ് വരും. So from next class onwards, do that. Okay, Kavita has sent. Topic is discussion regarding a certification program. Good. Attendees, director, deputy officers, supervisors. Oh, so D denotes director, DO
denotes deputy officers and S denotes supervisors. Okay, good. Hi all, I'm planning to conduct a certificate program for all the leaders regarding legal aspects in our field. How many of you are interested to attend the program? In my opinion, all the teachers have to be certified in it. Ma'am, could you please explain about it in detail? That is about the mode, hours, etc. It's a 30 hours program in collaboration with Rajasthan Legal Academy. Planning to conduct 15 hours as offline and 15 hours as online. There will be a short exam. Ma'am, what about the fee structure? That I will tell you in the next. You all have to go through it, okay? Because I might miss out some errors which you can find out, and all the activities put up here are open to any kind of constructive criticism. Okay, you can give good feedbacks so that your friends can improve. Meeting, I have to calculate the whole expenditure like the resource, persons, travel, accommodation charges. They told that tuition fee is around 5,000 per hour. Okay, very well explained. Okay, very good. Kavita, is Kavita a teacher? Are you working as a teacher, Kavita? Scenario, negotiating concrete supply contract. Good morning. We are interested in discussing the supply of concrete for our company. We are interested in discussing the supply of concrete for our company building project. Good morning. We are happy to discuss about our concrete supply options. What specific requirements do you have for your project? We need a steady supply of high quality concrete for 6 months. Can you offer pricing based on 2,200 3 per week? Certainly, we provide discounts at, okay, meter cube and sorry, I couldn't get it. 200 meter cube per week. Okay, certainly, we provide discounts starting at 150 meter cube per week. Great. Can we adjust delivery times as needed? Absolutely. We'll ensure timely deliveries to fit your project schedule. That's perfect. Then let's, okay, very good, Amina. Very good. Well framed. ഇപ്പൊ ഈ ഇടയായിട്ട് നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിലൊന്നും എനിക്ക് വലിയ തെറ്റുകളൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. So what I've understood is those people who are continuously doing the activities have really improved, and it is only those people who are coming here and putting it up. ബാക്കിയുള്ളവര് ചെയ്യാതെ I would very much like all of you to do. ഇവിടെ 66 പേരിൽ 2 പേരുടെ ആക്ടിവിറ്റി കിട്ടുന്നു എന്നുള്ളത്, how sad it is. I'm really sad. I really don't want just one Amina, one Swapna and one Kavita to improve. I want every one of us. ഞാൻ എന്റെ ഇംപ്രൂവ്മെന്റും കൂടി ഈ ഒരു നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇതെല്ലാം ആദ്യമേ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ബിക്കോസ് എനിക്കിവിടെ ഭയങ്കര ഒരു ഇംഗ്ലീഷിന്റെ യൂസേജ് ഒന്നും വരുന്നില്ല. സോ ഞാനും ഞാൻ പഠിച്ചിരുന്നതും എനിക്ക് കിട്ടിയ ട്രെയിനിങ് സെഷൻസ് ഒക്കെ പൊടി തട്ടി എടുത്തിട്ടാണ് ഞാൻ വരുന്നത്. സോ വി എയിം ഫോർ an overall holistic development. Okay, Kavita, I'm a nursing supervisor because Kavitയുടെ ആ ഒരു റോൾ പ്ലേ ഫെൽറ്റ് വെരി റിയലിസ്റ്റിക്. ഒരു ഏതൊരു സ്കൂളിൽ നടക്കാനും സാധ്യതയുള്ള ഒരു കൺവെർസേഷൻ ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ചോദിച്ചത്. വെരി ഗുഡ് കവിത. ഡു യു സേ ഹോൾ എക്സ്പെൻഡിച്ചർ? ഹോൾ എക്സ്പെൻഡിച്ചർ ഇസ് ഓൾസോ നോട്ട് എ റോങ് യൂസേജ്. ദാറ്റ് ഇസ് കറക്റ്റ്. കംപ്ലീറ്റ് എക്സ്പെൻഡിച്ചർ എന്നും പറയാം. ഓക്കെ, ഹോൾ എക്സ്പെൻഡിച്ചർ ഇസ് ഓൾസോ റൈറ്റ് യൂസേജ്. അതിൽ തെറ്റൊന്നുമില്ല. മൊത്തമായിട്ട്. നിമിത നസീർ, ഹൈ മാം, ഐ എം എ ന്യൂ സ്റ്റുഡന്റ്. ഓക്കെ, വെൽക്കം ടു സി. സോ നമ്മളിവിടെ കുറച്ച് പേര് ഓൾറെഡി കുറച്ച് വീക്സ് ആയിട്ട് ഇവിടെ 28 വീക്സ് കഴിഞ്ഞിട്ടുണ്ട്. പുതിയ വരുന്നവർക്ക് കംപ്ലീറ്റ് സ്റ്റാർട്ടിങ് തൊട്ടേ കാര്യങ്ങൾ കംപ്ലീറ്റ് പറയുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ഞാൻ പറയുന്നതിലോ അല്ലെങ്കിൽ ആരെങ്കിലും ഇടുന്നതിലൊക്കെ കാര്യങ്ങൾ ഏതെങ്കിലും യൂസേജോ ഫ്രേസസോ മനസ്സിലാവാത്തതുണ്ടെങ്കിൽ യു ആസ്ക്. ഓക്കെ, ആൻഡ് പ്രീവിയസ് ക്ലാസ്സസ് പറ്റുന്നത് പോലെ കണ്ടുവരണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഇസ് എക്സ്പ്ലോറിംഗ് ഇഡിയംസ് ഫ്രം ദ ഇംഗ്ലീഷ് സ്പീക്കിംഗ് വേൾഡ്. That was your day 190 activity. Cultural idioms and expressions. എല്ലാ ഇഡിയംസും എല്ലാ കൾച്ചറിലും ആപ്റ്റ് ആവില്ല. ഇന്നത്തെ ഇപ്പൊ നമ്മളുടെ ഇഡിയം ഇസ് വെരി ആപ്റ്റ് ഫോർ ഇന്ത്യൻ കൾച്ചർ. കാരണം നമ്മുടെ നാട്ടിലൊക്കെ വളരെ കോമൺ ആയിട്ട് പറയുന്ന കാര്യമാണ് നീ ആദ്യം നിന്റെ കാര്യം നോക്ക് എന്നിട്ട് ഉദ്ദേശിക്കാൻ പാടില്ല. സോ നമ്മുടെ കൾച്ചറിൽ ദാറ്റ് ഇസ് വെരി മച്ച് റെലവെന്റ്. ബട്ട് എല്ലാ കൾച്ചേഴ്സിലും എല്ലാ ഇഡിയംസും റെലവെന്റ് ആവില്ല. സോ പ്ലീസ് പുട്ട് അപ്പ് the idioms that you found out, and also tell if you know to which culture it belongs to, and also what is the meaning of that idiom. Verude idioms matram idade it is from which culture and what does that mean. Idu rendum kude idan pattunnundengil it will be good. Over the moon, extremely happy.
Okay. Put your house in order. That is already discussed today. Okay. Oh, yeah. All hats and no cattle means a person who is all talk and no action. Okay, very good. വെറുതെ വായിട്ട് പറയുക മാത്രം ചെയ്യും. ചിലരുണ്ട് ഹെൽത്ത് ശ്രദ്ധിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും, പക്ഷെ അവര് ഹെൽത്ത് ശ്രദ്ധിക്കില്ല. ലൈക്ക് ഒരു ഹിപ്പോക്രൈറ്റ് പോലെ അല്ലെ. ഹിപ്പോക്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറയുന്നതും ചെയ്യുന്നതും തമ്മിൽ ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ, ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാർ. It seems that our new supervisor is all hats and no cattle. Okay, very good usage. This is common in Southern America. Yes, that is exactly what I want. നിങ്ങൾ പറയുന്ന ഇഡിയംസ് ഏത് പാർട്ട് ഓഫ് വേൾഡ് ആണ് യൂസ് ചെയ്യപ്പെടുന്നത്? വെരി ഗുഡ് സ്വപ്ന. മാം, ഐ റിസീവ് ആക്ടിവിറ്റീസ് ടിൽ ഡേ 189. ഓക്കെ, സോ കവിത വാട്ട് ഹാപ്പൻ? അതിന് ശേഷം കിട്ടിയില്ലേ? ആക്ടിവിറ്റീസ് ഡെയിലി ഉണ്ടാവും, അതിലൊരു മുടക്കവും വരുന്നില്ല. സോ നിങ്ങളുടെ മെന്റേഴ്സിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ദിവസം ആക്ടിവിറ്റി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ടു ആസ്ക് ദം. ഓക്കെ, മെന്റർ മിസ് ചെയ്തതോ എന്തെങ്കിലും ആവും. നമ്മൾ എന്തായാലും ഇപിയിൽ ഇതുവരെ ഒരു ദിവസം പോലും നമ്മൾ ഡേ 1 തൊട്ട് ഡേ 190 വരെ ഒരു ദിവസം പോലും ആക്ടിവിറ്റി ഇല്ലാണ്ട് നിന്നിട്ടില്ല. ഓക്കെ, സോ പ്ലീസ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഓക്കെ കവിത, പ്ലീസ് കണക്ട് വിത്ത് യുവർ മെന്റർ ടുഡേ ഇറ്റ്സെൽഫ്. Sumitra, it is raining cats and dogs. Yes, we have discussed it. ഭയങ്കര ഹെവി റെയിൻ ഉള്ളപ്പോ നമ്മുടെ കേരള കൾച്ചറിൽ അത് വളരെ റെലവെന്റ് ആണ്. കാരണം നമുക്ക് എന്താണ്, മഴ പെയ്യുമ്പോൾ ഹെവി റെയിൻ ഉണ്ടാവാറുണ്ട് അല്ലെ. ലൈക് മഴക്കാലത്ത് വളരെ ശക്തമായ മഴ കിട്ടാറില്ല. അപ്പൊ പറയാം it is raining cats and dogs. Hit the hay. That is going to bed, used in US. Okay, Amina, good. On the cloud 9 means happy. Yes, I am on cloud 9 എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ്, ഒരു ഹാപ്പിനെസിന്റെ ഒരു എക്സൈറ്റ്മെന്റിന്റെ ഒരു നെക്സ്റ്റ് ലെവൽ. Then come under fire, to be criticized. I came under fire after the meeting. Right? ഒരു മീറ്റിംഗ് കഴിഞ്ഞപ്പോ I was criticized. Okay, Vidya, good one. ഹോംവർക്ക് ആണോ മാം ആക്ടിവിറ്റി എന്ന് പറയുന്നത്? നമ്മളുടെ ഈ ഒരു EEP അല്ലെങ്കിൽ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഈ ഒരു സംഭവം വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡെയിലി ആക്ടിവിറ്റി ഉണ്ട്. ആ ഒരു ഡെയിലി ആക്ടിവിറ്റിയുടെ ബേസിസിലാണ് നമുക്ക് വീക്ക്ലി ലൈവ് സെഷൻ. ഇങ്ങനെ ഞാനുമായിട്ടുള്ള ലൈവ് സെഷൻ. ഫോർ ദ ന്യൂ കമേഴ്സ് ഐ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എന്റെ പേര് ഹംന. I have been working as an English trainer for the last 3 years. English training is my area of interest, but at the same time, ende oru profession ennu parayunnathu is psychology field. I am studying at Jamia Millia Islamia, which is Central University in New Delhi. Okay, for the newcomers, the homework ennu പറഞ്ഞാൽ നിങ്ങളുടെ ഡെയിലി ടാസ്കുകളാണത്. യെസ്, ഇറ്റ് ഇസ് യുവർ ഹോംവർക്ക്. ആ ഹോംവർക്ക് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു വീക്ക്ലി സെഷൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. ഓക്കെ, on the dot means to be punctual. Okay, very good, Shibna. Slow and steady wins the race. അതൊരു ഇഡിയം ആണോ? അത് നമ്മളൊരു പ്രോവർബ് അല്ലേ സഫീർ? ഇറ്റ് ഇസ് എ പ്രോവർബ് അല്ലേ? I am exhausted, very tired. അതും ഇഡിയം അല്ലല്ലോ. നമ്മൾ എക്സോസ്റ്റഡ് എന്ന വേർഡ് ടയർഡ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് ഓൾറെഡി എ ഫ്രേസ് അല്ലേ? A bird's eye view. What is the meaning of it, Ishal Fatin? A bird's eye view. What does it mean? A bird's eye view. അതിന്റെ മീനിങ് ഒന്ന് പറയണേ. മീൻസ് ഓവർവ്യൂ. ഓക്കെ, ഐ വാണ്ട് ടു ഗെറ്റ് എ bird's eye view. ഓക്കെ, അതായത് ഒരു 360 ഡിഗ്രി ഒരു ഓവർവ്യൂ എനിക്ക് കിട്ടണം. ഓക്കെ, I want to get a bird's eye view of the upcoming project എന്ന് പറഞ്ഞാൽ I need to get an overview of the project. Okay, very good. ഇതെല്ലാം ഏത് പാർട്ട് ഓഫ് ദ വേൾഡ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് കിട്ടുന്നില്ല. I want that. That is exploring idioms from the English speaking world. Our topic is specific. Please consider that. Blow one's own trumpet means self-praising. സ്വയം പൊക്കി പറയുക. Very good one. This job is a Herculean task. Yes, വളരെ ബുദ്ധിമുട്ടുള്ളതാണ് Herculean task എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഹിമാലയൻ ടാസ്ക് എന്ന് നമ്മൾ ഇന്ത്യയിൽ കുറച്ചും കൂടെ ദിസ് ഇസ് എ ഹിമാലയൻ ടാസ്ക് എന്ന് പറയും. കാരണം ഹിമാലയം കീഴടക്കുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ളതാണ്. സോ എന്തായാലും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇന്ത്യൻ കോൺസെപ്റ്റിൽ പറയും ദിസ് ഇസ് എ ഹിമാലയൻ ടാസ്ക്. അതൊരു ഇന്ത്യൻ ഇഡിയമാണെന്ന് പറയാം നമുക്ക്. ത്രൂ തിക് ആൻഡ് തിൻ, അതായത് നമ്മളുടെ സന്തോഷത്തിലും സങ്കടത്തിലും. മൈ ഫ്രണ്ട്സ് ഹാവ് ബീൻ വിത്ത് മീ ത്രൂ ദ തിക് ആൻഡ് തിൻ. Then burn midnight oil. What does it mean, Safir? Burn midnight oil. What does it mean? Flat broke. Having no money at all. Yes, I am flat broke after the since it's the month end. I am flat broke. ഞാൻ മൊത്തത്തിൽ പൊളിഞ്ഞിരിക്കുകയാണ്, അല്ലെങ്കിൽ എന്താണ് പണം ടൈറ്റ് ആണ്. That is a very common usage. Flat broke. That's the last straw. Barira, what is the meaning of that? Beat around the bush. Avoid answering a question.
ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടു ദ പോയിന്റ് ആൻസർ ചെയ്യാതെ ഇത് നീയാണോ എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അയാൾ വന്നപ്പോ ഞാൻ കണ്ടപ്പോ പോയപ്പോ, അതായത് നമ്മൾ കറക്റ്റ് ഉത്തരം പറയാതെ അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ബീറ്റിംഗ് അറൌണ്ട് ദ ബുഷ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് ഇൻ ക്ലാസ്. പിൻ ഡ്രോപ്പ് സൈലൻസ്, യെസ് ഐ വോണ്ട് പിൻ ഡ്രോപ്പ് സൈലൻസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സൈലൻസ്. ഞാനൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് my schooling was done completely abroad. I was like my kindergarten to +2 I studied in Qatar. And ഏറ്റവും കൂടുതൽ കേട്ടിട്ടുണ്ടാവുന്ന ഡയലോഗ് ഇതായിരിക്കും, I want pin drop silence. The most heard dialogue from my teachers. Eat humble pie. Okay, to apologize. അതായത് ഒരാൾ സോറി പറയാം, to apologize. Good one, Rajesh. ക്രൊക്കോഡൈൽ ടിയർ, ദാറ്റ് ഇസ് വെരി റിലേറ്റബിൾ ടു അസ്. മുതലക്കണ്ണീർ ഒഴുക്കല്ലേ എന്ന് പറയില്ല, അതായത് വെറുതെ ഉണ്ടാക്കി അഭിനയിച്ച് കരയാം, നീ നിന്റെ മുതലക്കണ്ണീർ ഒഴുക്കല്ലേ എന്ന് പറയും. ക്രോക്കഡൈൽ ടിയേഴ്സ്. ഡൂയിങ് ഹാർട്ട് ഓൾ ദ ടൈം. സഫീർ, ഇതിന്റെയൊക്കെ മീനിങ് എവിടെ? പ്ലീസ് put up your idioms along with the meaning. Take your seat, to sit. Yeah, take your seat എന്നുള്ളത് ഒരു idiom അല്ല കേട്ടോ, it is a normal usage in English. Spill the beans means to reveal the secret. Okay, good one, Swapna. I think we've already discussed in the class. The wrestler made the opponent kick the bucket. Okay, that's a good sentence. Please specify the meaning of kick the bucket. And wrestler in spelling il oru t ide koravundu ട്ടോ. To die. Okay, to die, I think to fail എന്നോ ഉള്ള മീനിങ് ഉണ്ട് തോന്നുന്നുണ്ട് അല്ലെ. To fail, to make a person, I made him kick the bucket എന്ന് പറഞ്ഞാൽ I think അയാളെ തോപ്പിച്ചു എന്നുള്ള ഒരു മീനിങ് കൂടി അതിനുണ്ട് തോന്നുന്നുണ്ട്. Okay, thank you with the idioms. That was a good session. കുറെ പേര് ആക്റ്റീവ് ആയി. All ear means eager to listen. Yes, okay. So next is public speaking practice. നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു പബ്ലിക് സ്പീക്കിംഗ് ആക്ടിവിറ്റി. നിങ്ങൾ തന്നെ ഒരു സ്പീച്ച് ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. That is day 191. So who will come up with your speech? I want someone to speak it up here. I'm out of work, unemployed. Good one. I want to hear any one of your speech. Who will be ready? ആരാണ് സ്പീച്ച് പറയാ? Please make it fast. ആരുമില്ലേ? Come on. This is the opportunity you people get to do it. This in any topic which you are passionate about. ഒരു motivation speech പോലെ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് ആവാം. Any topic. EEP is a very flexible thing. നിങ്ങൾ ഇതിലേ ചെയ്യാൻ പറ്റുമോ അതിലേ ചെയ്യാൻ പാടുള്ളൂ ഒന്നും EEPക്കില്ല. Yes ma'am, I can. Okay Swadish, I'll unmute you just a minute. ഒരു 2 minute exceed ചെയ്യണ്ട കേട്ടോ. I want a speech between 1.5 to 2 minutes. That's it. I don't want you to cross 2 minutes. Okay. You can unmute. Try unmuting Swadish. Good evening, ma'am. Good evening, all. Good evening. Hello. Yes. Good evening. You can start. I would like to speak something about this importance of morning routine. Actually, while looking to the all successful persons in the personalities in world, we can see that they all follow a proper morning routine. So a proper morning routine means waking up a little bit early rather than before 5, I think, like that, and making a to-do list and doing some exercises, following some good diet and all. So while following that one, I think we all can make some little bit difference in our daily life. So that's all. Okay, that was a very good speech. Yes. എല്ലാ വീക്കും എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുപോവാ. Yes, it is what Swadish told is a very important thing. Being an upcoming psychologist or a budding psychologist, I very much agree to you. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, starting a day with a good food, with a very pleasant mind, with a clear plan in mind what to do, how good your day will be. അതുകൊണ്ടാണ് പറയുന്നത് ലൈക്ക് ചില കാര്യങ്ങൾ നമ്മൾ രാത്രി ഒരിക്കലും എപ്പോഴും മുറി വൃത്തിയാക്കി ഇട്ടിട്ട് വേണം കിടക്കാൻ. യുവർ ലൈക്ക് മോർണിംഗ് വെൻ യു വേക്ക് അപ്പ് യു ഷുഡ് സീ എ ക്ലീൻ റൂം. സെയിം അടുക്കളയിൽ പാത്രങ്ങൾ കഴുകിയതിനു ശേഷം വേണം കിടന്നുറങ്ങാൻ. or else what you see in the morning when you come to kitchen is all the vessels to be washed. So morning routine is very important. That was a very good speech in short time, which made us aware of many things. Oh, okay. Then again, your goal setting activity.
നിങ്ങൾ എല്ലാവരും ഐ കനോട്ട് സെറ്റ് എ ഗോൾ ഫോർ യു. കാരണം നിങ്ങൾ എല്ലാവരും ഡിഫറെന്റ് പേസിൽ നിൽക്കുന്ന ആൾക്കാരാണ്, ഡിഫറെന്റ് പോയിന്റ്സിൽ നിൽക്കുന്ന ആൾക്കാരാണ്. കൺസിഡർ യുവർ പ്രോഗ്രസ്. നിങ്ങൾ നിങ്ങളുടെ പ്രോഗ്രസ് അനലൈസ് ചെയ്യുക. ഏരിയാസ് ഓഫ് ഇംപ്രൂവ്മെന്റ് അത് രണ്ടാക്കി തിരിക്കുക. നിങ്ങൾ ഏതൊക്കെ ഏരിയയിൽ ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞു ആൻഡ് വിച്ച് ആർ ദ ഏരിയാസ് ടു ഇംപ്രൂവ് മോർ. ഓക്കെ, ലെവൽ ഓഫ് ഇംപ്രൂവ്മെന്റ് എന്താ, മോഡറേറ്റ്, മൈൽഡ്, അങ്ങനെ അങ്ങനെ ഡിവൈഡ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഓക്കെ, സോ കുറവ് ഇംപ്രൂവ്മെന്റ് ഉള്ള ഏരിയയിൽ ബെറ്റർ ആയിട്ട് ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ദെൻ സെറ്റ് ന്യൂ സ്മാർട്ട് ഗോൾസ്. കാരണം നിങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ചില ഗോൾസ് അച്ചീവ്ഡ് ആയിരിക്കും, ചിലത് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. സോ ലുക്ക് ഇൻ ടു വൈ couldn't you achieve it and just rearrange or reset your goals. Okay, and continue your English learning journey happily. Then we are closing today's class. Next week we'll be looking into complex grammar mastery, academic English enhancement, dialects discovery, creative writing, professional writing, media literacy, again reflective learning and goal setting. അതെല്ലാ ക്ലാസ്സിലും ഒരു സംഭവമായിട്ട് അവിടെ തന്നെ ഉണ്ടാവും. Okay, so any queries? I'll give you 1 minute. Any doubts, any queries? Thank you so much. Thank you so much.